പ്രശാന്ത് സാർ, എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർക്ക് ദിവസം കൂടുന്തോറും തൻ്റെ പാർട്ടിയോടുള്ള സ്നേഹം കൂടി വരികയാണോന്ന്. പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് മറ്റൊരു എക്സ്പാൻഷൻ കൂടി കൊടുക്കുകയാണ്. ഇന്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് മ്യൂച്വൽ ലവ്. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ വീഡിയോ, സാറും കണ്ടിട്ടുണ്ടായിരിക്കും. പാണക്കാട്ടുകാരെ ഒന്ന് റിവെഞ്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കേമത്വം എന്ന് പറയേണ്ട, സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾ. നിങ്ങൾ കപട മതേതരവാദികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്, 1-ാം നമ്പർ. സാർ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സാറിന് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നേരത്തെ തോന്നിയിട്ടുള്ളവരാണ്. കാരണം നമുക്ക് ഈ നമ്മുടെ പണ്ട് ഈ നമ്മുടെ പൂർവികരൊക്കെ നാടൻ ഭാഷയിൽ ഒരു കാര്യം പറയും, ഒരു തന്തയ്ക്ക് പിറന്നവെന്നൊക്കെ. അത്ര ഞാൻ പറയുന്നുള്ളൂ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും പറ്റുന്ന പണിയല്ല ഇത്. എത്ര ആയാലും പറ്റത്തില്ല. അപ്പം ഇദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പുതിയൊരു ഡെഫിനേഷൻ ഒക്കെ കണ്ടുപിടിച്ചിരിക്കും. അതിനകത്ത് പറയുന്നത് ഇന്റഗ്രിറ്റി, യൂണിറ്റി, മ്യൂച്വൽ ലവ്. മനസ്സിലാവുന്നുണ്ട് അത്. അപ്പം അത് ഏറ്റവും വലിയ പാർട്ടി. ഇയാള് തന്നെ ആ രണ്ടാമത്തെ വീഡിയോ പറയുന്നുണ്ട്, ഇത് എന്തോയിന് വേണ്ടി മ്യൂച്വൽ ലവ് എന്തോയിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുള്ള കാര്യം ഇയാള് തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ മാറാട് കലാപം, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇന്ത്യ വിഭജനത്തിന്റെ അവശിഷ്ടമായി പാർട്ടി കഴിഞ്ഞ ദിവസം വഖഫ് നിയമ ഭേദഗതിക്കകത്ത് അവർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് വെളിയിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഇയാള് ചോദിച്ചാൽ ഇയാളവിടെ പുതിയ കൊച്ചുമോനില്ലേ, പുതിയ മരുമോനാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ. അതിനകത്ത് അവർ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മതേതര ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വഖഫ് നിയമ ഭേദഗതിയിൽ ഞങ്ങൾ എന്തിനു അപ്പീൽ നൽകുന്നു എന്ന് കൊടുത്തപ്പോൾ മുസ്ലിങ്ങളുടെ മാത്രം താല്പര്യം സംരക്ഷിക്കാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് നിയമ ഭേദഗതി എന്ന് കണ്ട് അതിനകത്ത് ഇടപെടുന്നു എന്നാണ് അവിടുത്തെ സത്യവാങ്മൂലം കോടതി കൊടുത്തേക്കുന്നത്. എടുത്തു വെച്ചൊന്ന് വായിക്കുന്നതല്ല. പിന്നെ ഇയാളെ സംബന്ധിച്ചോളം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള, എന്നാൽ ഇത് പ്രേക്ഷകർ ഒന്ന് കാണണമല്ലോ. ഇയാളുടെ ഒരു കച്ചവടം. കഴിഞ്ഞ ദിവസം RSSനെ ചീത്ത പറയുന്നത്, ഇയാൾക്ക് RSSനെ ചീത്ത പറയുക, ഇയാൾ കോൺഗ്രസ്സാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ ഇനി എന്ത് വിഡ്ഢിത്തം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനെ നമുക്ക് അംഗീകരിക്കാം. അവൻ ഇതുവരെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുവരെ കോൺഗ്രസ്സാ. ആ വീട്ടുകാരെ എനിക്കറിയാം, വീട്ടുകാരും പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സാണ്. ഒരു ലാഭവും നഷ്ടവും നോക്കി ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് പോയിട്ടില്ല. കാരണം അവരൊരു ഐഡിയോളജിയിൽ അല്ലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്നു. അതിന്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ, ഈ രാഹുലിന്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ടുള്ള, വളരെ മാന്യനായിട്ടുള്ള, നേരിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരാണ്. കോൺഗ്രസ് തന്നെ. അപ്പൊ രാഹുലിന് പറയാം. ഇപ്പം രാഹുൽ പറഞ്ഞത്, ഖഡ്ഗേവാറിന്റെ കാര്യം പറഞ്ഞതിന് അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. അയാൾ BJPക്കെതിരെ പറയും. ഇപ്പൊ BJPക്കകത്ത് ഇയാൾ പറയുന്ന അതിന് കൂടെ നിന്നുകൊണ്ട് BJPക്കകത്ത് തന്തയ്ക്ക് പിറന്നവന്മാരാരും ഇല്ല. ശരിയാ, BJPക്കകത്ത് തന്തയ്ക്ക് പിറന്നവന്മാർ ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ പോലുള്ളവൻ അതിനകത്ത് ഇരിക്കത്തില്ല. ആ അഭിപ്രായത്തിൽ ഇയാൾ പറയുന്നത് തന്തയ്ക്ക് പിറന്നവന്മാരില്ലെന്ന്. ഇയാളെ ഈ പറയുന്ന ഇയാളെ അതിനകത്ത് കയറ്റിയിരുത്തിയതിനകത്ത് ഇയാൾ പറഞ്ഞ ഭാഷയിലുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ആണ് ഇതുപോലെ നെറികെട്ടവന്മാര് ഒരു പാർട്ടിക്കകത്തും പാടില്ല. പാർട്ടി മാറാം. സരിൻ പാർട്ടി മാറിയല്ലോ. നമ്മുടെ നേരത്തെ പാലക്കാട് സരിൻ പാർട്ടി മാറി. സരിൻ ചില രാഷ്ട്രീയ വിഷയങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ ഇതുപോലെ നാറിയ വർത്താനം പറഞ്ഞില്ല. എവിടുന്നെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പം അത് കൈക്കകത്ത് മേടിച്ച് നല്ല നാക്ക് വെച്ച് നാക്ക് മൊത്തം വെളിയിലിട്ട് നക്കുന്നതിനോടൊപ്പം കുറച്ച് മാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പണം കിട്ടും അല്ലെങ്കിൽ പദവി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് പണിയും ചെയ്യാനൊക്കുന്ന ഒരു രീതിയിലേക്കും ഏത് രീതിയിലേക്കും തരം താരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇയാൾ കോൺഗ്രസിലാണോ പോയത്, മുസ്ലിം ലീഗിലാണോ പോയത്? അത് അഖിലേക്ക് എന്തോ എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ച ഇയാൾ കോൺഗ്രസിലാണ് പോയെന്നാ എന്റെ വിചാരം. ഇയാള് ആ കോൺഗ്രസിനകത്ത് പോയിട്ട് പിറ്റേന്ന് രാവിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ മുമ്പിൽ കുനിഞ്ഞൊക്കെ ഉള്ള ആ നിപ്പ് കാണുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, പാണക്കാട് പോയി കുനിഞ്ഞു നിൽക്കുന്നുള്ള എല്ലാവരുടെയും മുമ്പിൽ പോയി കോഴിക്കോടും അല്ലെങ്കിൽ മലപ്പുറത്തും പോയി അങ്ങനെ നിൽക്കരുത്. അത് അബദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇയാളെ പോലെയുള്ള നാണം കെട്ട രാഷ്ട്രീയക്കാർ, കാരണം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഏത് പാർട്ടിക്കകത്തായാലും ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും നാണക്കേടാണ്. കാരണം പാർട്ടി മാറാം, ഐഡിയോളജി
നമ്മൾ പ്രവർത്തിക്കുന്ന പാർട്ടിക്കകത്ത് ഇപ്പൊ BJPക്കകത്ത് അയാൾ പ്രവർത്തിച്ചു വന്നപ്പോൾ അതിനകത്ത് ഐഡിയോളജി അല്ലെങ്കിൽ അതിനകത്ത് ആൾക്കാർ ആ ഐഡിയോളജിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അയാൾ പാർട്ടി വിടട്ടെ, എനിക്ക് ഈ പാർട്ടിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചല്ലേ പാർട്ടിക്കകത്ത് നടക്കുന്നത്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പക്ഷെ പിറ്റേന്ന് തൊട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തലേന്ന് പറഞ്ഞത് മൊത്തം മാറ്റി പറയുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ അതിനെ വല്ലോനും പറഞ്ഞു കൊടുക്കുന്ന മൊത്തം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അയാളുടെ ഉദ്ദേശം വേറെയാണ്. അയാൾ BJPക്കകത്ത് നിന്നത് ഇതുപോലെ ആരുടെയൊക്കെ കയ്യിലും കാലിലും പിടിച്ച്, അല്ലെങ്കിൽ ഈ എല്ലാ പാർട്ടിക്കകത്തും കാണുമല്ലോ ഇതുപോലെ ഈ ആൾക്കാരെ അല്ലെങ്കിൽ ഇതുപോലെ സ്വാധീന വലയത്തിനകത്തും താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്ന ആൾക്കാരും ഒക്കെ അവരൊക്കെ ഈ പാർട്ടിക്കകത്ത് മുകൾ തട്ടിലും കാണും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദീപ് വാര്യന്മാർക്ക് അതിനകത്ത് ഒരു പണിയും ചെയ്യാതെ RSSന്റെ ഉടുപ്പ് ആ സമയത്ത് ആരുടെയെങ്കിലും ഒക്കെ വാടകയ്ക്ക് മേടിച്ചിട്ടിട്ട് ഫോട്ടോയും ഇട്ട് അല്ലെങ്കിൽ ചാനലിനകത്ത് വന്ന് സംസാരിക്കാൻ ആരുടെയും കയ്യിലും കാലിലും പിടിച്ച് അവസരം മേടിച്ച് പാർട്ടിക്കകത്ത് കൃത്യമായിട്ട് വലിയ പോസ്റ്റുകളിൽ വന്ന് നിന്ന് തിളങ്ങുന്ന ഒരവസരം വരികയും അതിനകത്ത് ഇയാളെ പോലുള്ളവൻ കുഴപ്പക്കാരനാണെന്ന് കാണുകയും ആ കുഴപ്പം കണ്ടുപിടിച്ച് ഇയാളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ കസേരയുടെ പേരിൽ പാർട്ടിക്കകത്തുനിന്ന് പുറത്തു പോയിട്ട് ആ പുറത്തു പോക്കലിനകത്തൊരു ലാഭം ഉണ്ടാക്കുന്നു. അതിനകത്ത് കോൺഗ്രസിനകത്ത് വരുന്നതിന് അതിനകത്ത് അല്ലെങ്കിൽ കരാറുണ്ടാക്കുന്നു. ആ കരാറിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ BJPക്കെതിരെ പറയുന്നു. അപ്പം ആ കരാറിനകത്ത് കോൺഗ്രസ്സുകാരുമായിട്ട് ഉണ്ടാക്കിയതിനപ്പുറം ഈ ചില മതമൗലികവാദികളുമായിട്ട് കരാറുണ്ടാക്കിയതിന്റെ ഫലമായിട്ടാണ് ഇയാൾ കോൺഗ്രസിന്റെ വേദികളിലല്ലോ പ്രസംഗിക്കുന്നത്. ഇയാളിപ്പോ ഏറ്റവും അവസാനം പാർട്ടി ഉണ്ടാക്കാൻ തുടങ്ങി മുസ്ലിം ലീഗിനകത്തൊരു പാർട്ടി, അല്ലെ മുസ്ലിം ലീഗിന് തിരുത്തൽ വന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അവരിട്ടേക്കുന്ന. കാരണം അതിപ്പോ മാറ്റിയിട്ട് പുള്ളിയെ പറഞ്ഞ് ഇന്റഗ്രിറ്റി, യൂണിറ്റി, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ്, മ്യൂച്വൽ ഫണ്ട് അല്ല മ്യൂച്വൽ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കണം. ആ മുഖം കണ്ടായിരുന്ന വർത്താനം പറയുമ്പോൾ അയ്യോ എന്ത് പാസ്റ്റർമാര് വർത്താനം പറയുന്ന പോലെ പുള്ളി പറയുന്നത്. ഈ പുള്ളി ഇതുവരെ ഈ സ്നേഹവും അല്ലെങ്കിൽ ഐക്യവും അഖണ്ഡതയൊന്നും കണ്ടിട്ടില്ല. അത് അല്ല പൈസ മേടിച്ചാൽ അതിന് തക്കമായിട്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മള് വൃത്തിയായിട്ട് നമ്മൾ അത് പറഞ്ഞൂടെ, പൈസ കൊടുത്താൽ വൃത്തിയായിട്ട് പണി ചെയ്യുന്നവനാണ്. ഒരു കാര്യം ഞാൻ മുസ്ലിം ലീഗുകാരോടും ബഹുമാന്യരായ കോൺഗ്രസ്സുകാരോടും പറയുകയാണ്, നിങ്ങളിപ്പൊ കൊടുത്തതിനെക്കാട്ടിൽ അല്ലെങ്കിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളോ വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയത്തില്ല, അതിനെക്കാട്ടിൽ എന്തെങ്കിലും ഒരു പൈസ കൂടുതൽ വാഗ്ദാനം ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ ഈ സാധനം നാളെ കാലത്ത് നിങ്ങളുടെ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലാത്ത കാര്യങ്ങളിൽ കൂടി വെളിയിൽ വന്ന് അവര് പറയുന്ന ഈ പൈസ കൊടുത്ത് മേടിച്ചോണ്ട് പോകുന്നു പറയുന്ന രീതിയിൽ പറയും. അപ്പൊ ഇതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോണം. ഒന്നുകിൽ യൂസ് ആൻഡ് ത്രോ ഉപയോഗിച്ചതിന് ശേഷം നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അതിനകത്ത് തന്നെ നിർത്തിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് വെളിയിൽ കൊടുക്കുന്ന ഒരവസ്ഥയില്ല. BJPക്ക് ഇപ്പം പറ്റിയതുപോലെ പറ്റും. കാരണം ഈ ആരെയും കയറി വിളിച്ചു കളയും, ആരെയും കയറി അച്ഛനെ വിളിച്ചു കളയും, എന്തും പറഞ്ഞു കളയും. പുള്ളിക്ക് വേണ്ടത് കിട്ടിയാൽ മതി, അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ഉപയോഗിക്കുന്നത് കൊള്ളാം. നമ്മള് ചില സാധനം ഉണ്ടല്ലോ ഈ ബോംബൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന സാധനത്തിനകത്ത് വരുന്നത്, നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം യാതൊരു കാരണവശാലും വലിച്ചെറിയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഒന്നുകിൽ അത് നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കയ്യിൽ തന്നെ വെച്ചിരിക്കണം. വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ കാലത്തെ വലിയ പ്രത്യാഘാതങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ ഇദ്ദേഹം ഇതിനകത്ത് വേറെ പാർട്ടി വരെ ഉണ്ടാക്കുക. നിങ്ങളുടെ ഈ ഇത് IM അല്ലെങ്കിൽ ഈ IUM എന്നാണ്ടല്ലേ നിങ്ങളുടെ ചുരുക്കപ്പേര്. അപ്പൊ അതൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ടാ കുഴപ്പമുണ്ടാകത്തില്ല, അതൊരു നല്ല പ്രചരണം. പക്ഷേ ഈ സാധനം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പൊ നിരന്തരം ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോണം. ഒരു ഘട്ടം കഴിയുമ്പോൾ, ഇലക്ഷൻ കഴിയുമ്പോൾ 2026 കഴിയുമ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇതും കൊണ്ടൊക്കെ ഗുണമില്ലെന്ന് കണ്ട് ഇതിനെയൊക്കെ അടിച്ചിറക്കി വിടുന്ന ഒരവസ്ഥ വന്നാൽ അത് നശിപ്പിച്ച് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ മേടിച്ചുകൊണ്ട് പോയി കാര്യം പറയിപ്പിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളോ കൂടെ കാര്യം പറയിപ്പിക്കാൻ നാശമാവും. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ഇടപെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഏതായാലും ഈ നമ്മളെന്തിനാ മറ്റ് പാർട്ടിക്കാർ, ഇപ്പൊ കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അവർക്ക് പല ഘട്ടങ്ങളിൽ പല കുഴപ്പങ്ങളുണ്ടെങ്കിലും പല രീതിയിലും കുറെ നന്മകളുള്ള നേതാക്കന്മാരും ഒക്കെ ഉള്ള വ്യക്തിപരമായിട്ട് എനിക്ക് മുസ്ലിം ലീഗ് നേതാക്കന്മാരോടൊക്കെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളതാണ്. അപ്പൊ അവർക്കൊക്കെ നന്മയുണ്ട്. ഇയാളെ അവർ ഉപയോഗിക്കുന്നു, അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിന് എല്ലാവരും പക്ഷെ ഇയാളെ പോലുള്ളതിനെയൊക്കെ കാണുക എന്ന് പറഞ്ഞാല് അത് നമുക്കൊരു അല്ലെങ്കിൽ ഒരു കാഴ്ച തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.